എല്ലാവർക്കും ലിജോസ് നുബിക്കിൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ തുലിപ്പിന്റെ ബൾബ് മേടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇത് നടണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ആക്ച്വലി ഇത് ഓട്ടം ആകുമ്പോൾ നടാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പൊ നമ്മുടെ വിന്ററിൽ ഇതിങ്ങനെ കടന്ന് അത് മുളയ്ക്കാൻ പരുവമായിട്ട് നിന്നിട്ട് മുളച്ച് വന്ന് നമ്മുടെ സ്പ്രിംഗ് ആകുമ്പോഴേക്ക് ഫ്ലവർ തരുന്ന സാധനമാണ്. അപ്പൊ ഏതായാലും ജൂണിൽ നമുക്ക് നടാം. അതായത് ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള സമയത്താണ് ഈ തുലിപ്പ് നട്ടു തുടങ്ങുന്നത്. തുലിപ്പ് നടുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് നടുന്നത്, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ന്യൂസിലൻഡിന്റെ വെതർ അനുസരിച്ചാണ് ഇത് ഓട്ടമിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്, അതായത് ബൾബ് നമ്മൾ കുഴിച്ചിടുന്നത്. പിന്നെ പല റീജിയനിൽ പല വെതറുകളായിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെയിൻ കിട്ടുന്ന സമയത്ത് നടുവാണെങ്കിൽ നല്ല പോലെ വളർന്നു കിട്ടും. അതുപോലെ തന്നെ സണ്ണി ഏരിയയിൽ വെക്കണമെന്നാണ്, പക്ഷെ സണ്ണി ഏരിയയിൽ വെച്ച് കൂടുതൽ ഡ്രൈ ആയി പോകരുത്. അതുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് ശരിക്കും ട്രോപ്പിക്കൽ റീജിയൻസിൽ കുറച്ചും കൂടെ കോൾഡ് ഏരിയയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോൾഡ് അല്ലേ, അപ്പം നമുക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഇച്ചിരി സണ്ണ് കിട്ടുന്ന ഏരിയയിൽ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് 4 സെന്റിമീറ്റർ ഹൈറ്റ് വരും. അപ്പോൾ 4 സെന്റിമീറ്റർ കൂടെ ഡീപ്പിൽ വേണം നമ്മുടെ ബൾബ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 5 to 7 സെന്റിമീറ്റർ ഗ്യാപ്പ് വേണം ഈ ബൾബ് തമ്മിൽ വെക്കുമ്പോൾ. ഇതാണ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ച ബൾബ്. സോ 20 ബൾബ് $30 ഞങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടി കേട്ടോ. ഇതിപ്പം ഞാൻ കാണിച്ചു തരാം ബൾബ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഈ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിലും ഇതിന്റെ ഫ്രണ്ടിലത്തെ ഇവിടെയായിട്ട് എങ്ങനെയൊക്കെയാന്നുള്ളത് ഫുൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒനിയൻ കണക്കിരിക്കും കണ്ടോ, ഒനിയന്റെ ബൾബ് കണക്ക്. അപ്പൊ മുകളിലത്തെ ഈ ഭാഗം മുകളിലോട്ടും ഇത് റൂട്ട് വരാൻ വേണ്ടിയിട്ട് താഴോട്ടും വെച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സിംഗിൾ വെറൈറ്റിയാ, പക്ഷെ മൾട്ടിപ്പിൾ കളേഴ്സ് ആണ്. ഇത് പല വെറൈറ്റിയിലുള്ള ടുലിപ്പ് കിട്ടും, മൾട്ടിപ്പിൾ കളർ ആണ്. അപ്പം നല്ല ഭംഗിയായിരിക്കും ഗാർഡനിൽ വന്ന് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു സ്കെയിലും തന്നിട്ടുണ്ട്, അത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നോക്കാം എത്ര ഡീപ്പാണെന്നുള്ളത് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് പ്ലാന്റ് ചെയ്യാമല്ലോ. അപ്പം നട്ട് തുടങ്ങാവേ. അപ്പം സൈഡിലെ സ്കെയില് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ഡീപ്പ് എത്രമാത്രമാണ്, പിന്നെ നമ്മൾ എത്ര സ്പേസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതേതായാലും നല്ല കാര്യമായി. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൊള്ളാമല്ലോ, അവർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. സോയിൽ കണ്ടോ, നല്ലപോലെ കളയെല്ലാം പറിച്ച് എല്ലാം, ഇത് കമ്പോസ്റ്റും ഓൾറെഡി മണ്ണും ഒക്കെ ഇട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനമാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു കാര്യം കൂടി ചെയ്യും, കുറച്ചും കൂടെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫെർട്ടിലൈസർ ടുലിപ്പിന് ആവശ്യമായിട്ടുള്ളത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവുമാണ്. അതിൻ്റെ റേഷ്യോ 2:5:6 ആണ്. അപ്പം അത് ബൾബ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ് തന്നെ കിട്ടും. ഇത് ഞാൻ നമ്മുടെ സാധാരണ ഫെർട്ടിലൈസറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാ പ്ലാന്റ്സിനും പറ്റുന്ന കണക്കത്തെ ഫെർട്ടിലൈസറാണ്. ഓൾറെഡി ഇത് ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നൈട്രജൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പൊട്ടാഷ്യം ഫ്ലവറിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോസ്ഫറസ് റൂട്ട്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾ മറ്റേ വാട്ടറിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ്ലർ ആട്ടോ. അപ്പം നമുക്ക് അവിടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പം പൈപ്പ് അവിടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ ഇവിടെ സ്പ്രിങ്കിൾ ചെയ്തോളും വെള്ളം. അപ്പം നല്ലപോലെ നമ്മൾ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വിന്റർ സീസൺ ആയതുകൊണ്ട് മിക്കവാറും ഇവിടെ റെയിൻ കാണും, അതുകൊണ്ട് നമുക്കത്ര പ്രശ്നം വരത്തില്ല. അപ്പം ഞാൻ ഫെർട്ടിലൈസർ ഒന്ന് മണ്ണിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒത്തിരി ഡീപ്പായിട്ട് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, നമ്മുടെ അസ്പരാഗസ് ആണ് കേട്ടോ. ഇതിപ്പം നമ്മൾ സമ്മർ സീസൺ ആയപ്പം കുറേയൊക്കെ വെള്ളമെടുത്തായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പം വിന്ററിൽ ഇങ്ങനെ ആയി വരത്തേ ഉള്ളൂ. ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ഇങ്ങനെ ഇതിൻ്റെ കൂമ്പായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങും. അപ്പം നമുക്ക് ഇത് ഓരോന്നും ഇങ്ങനെ തണ്ടായിട്ട് എടുത്താൽ മതി. അപ്പം ഇത് നമുക്ക് വെച്ച് തുടങ്ങാം. ഞാൻ ആദ്യം ഈ ബൾബെല്ലാം കൂടെ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇവിടം തൊട്ട് നമുക്ക് മെഷർ ചെയ്ത് കൊടുക്കാം, 10 സെന്റിമീറ്റർ. പിന്നെ ഇവിടുന്ന് സോ ആദ്യം ഞാനിത് എത്രമാത്രം നമ്മൾ വൈഡായിട്ട് വെക്കണമെന്നുള്ളത് എന്താ പറയുക മെഷർ ചെയ്ത് പോകാം. ഇനിയിപ്പം നമുക്ക് ഡീപ്പാണ് നോക്കേണ്ടത്.
അപ്പം ഡീപ്പ് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറിയ ഷവൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഡീപ്പിൻ്റെ എത്ര മാത്രം തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4 സെൻറ്റിമീറ്റർ ആയിട്ട് നടാനുള്ളതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ മുകളിൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടെ തിക്നെസ് മുകളിൽ വരും. അപ്പം ഞാനൊരു 4 സെൻറ്റിമീറ്റർ ഡീപ്പിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ബൾബ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഏതായാലും ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഡീപ്പ് നമ്മൾ പറഞ്ഞ 8 സെൻറ്റിമീറ്റർ ഡീപ്പ് വരണം. അപ്പം ഇത് ഏകദേശം 4 സെൻറ്റിമീറ്റർ ഡീപ്പ് ഉണ്ട്. അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് അകലത്തിൽ അടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. വളരെ എളുപ്പം കേട്ടോ. ജസ്റ്റ് ഇതിപ്പോൾ നമ്മുടെ വലിയ ബൾബല്ലേ, കുഴി അതിനനുസരിച്ച് എടുത്തിട്ട് നമ്മളങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത് വന്നിരുന്നത് നല്ല ഫ്ലവറാട്ടോ. പിന്നെ കുറേ നാളുകൾ ഇരിക്കും. ഇതിന് പറയുന്നത് സ്പ്രിംഗ് ബൾബ് എന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന നമ്മളുടെ ഫ്ലവറിങ് ഉണ്ടാകുന്ന ചെടികൾ. അപ്പം ഇത് ഇങ്ങനത്തെ ടൈപ്പിൽ, അതായത് നമ്മുടെ ഈ ഒനിയൻ ടൈപ്പിലെ സീഡ്സ് ആണ് കിട്ടുന്നത്. അപ്പം ഇത് പല എന്താ പറയുക വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ടുലിപ്പ് മാത്രമല്ല, ഡാഫോഡിൽസ് ഉണ്ട്, പിന്നെയും ഉണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പേരറിയില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കിട്ടും. ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെയൊക്കെ അറിയാൻ പറ്റും. ഇവിടെ മിക്ക ഗാർഡനിൽ ഞങ്ങൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പല വെറൈറ്റീസിൽ. നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഇതൊക്കെ കണ്ടു കഴിയുമ്പം നമുക്ക് അതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളില്ലേ. ഇപ്പോഴാണ് വിചാരിച്ച നമ്മുടെ വീട്ടിലും അത് കണക്ക് വേണം. ഇപ്പൊ എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ, അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആദ്യത്തെ 2 ഞാൻ ഓൾറെഡി മൂടിക്കളഞ്ഞായിരുന്നു. അപ്പൊ ഇതത് നമുക്ക് മൂടി കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ മൂടി കൊടുക്കുവാണ്. ജസ്റ്റ് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് നിരത്തി അങ്ങ് കൊടുക്കുക. നമ്മൾ മണ്ണ് നിരത്തി കൊടുത്ത് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഇച്ചിരിയും കൂടെ എന്താ പറയുക ഒരു 4 സെൻറ്റിമീറ്റർ എന്താ പറയുക മുകളിലോട്ട് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പം അത്രയും ഡീപ്പായിരിക്കണം നമ്മുടെ ബൾബ് ഇരിക്കേണ്ടത്. ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ കമ്പോസ്റ്റ്. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊന്നും ചൂസൊന്നും ചെയ്യത്തില്ല. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്ന എന്താണോ അതങ്ങ് മേടിച്ചിട്ട്. അപ്പോൾ ഇവിടെ ചില സമയത്ത് നമുക്ക് കമ്പോസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമുണ്ട് കേട്ടോ. ഇവിടുത്തെ കൗൺസിലിൻ്റെ അണ്ടറിൽ ഗാർഡൻ ബ്യൂട്ടിഫിക്കേഷൻ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ അവർ ഓൾറെഡി നമുക്ക് ഇങ്ങനെ വെബ്സൈറ്റിൽ അവർ അറിയിപ്പ് തരും, ഇങ്ങനെ അവൈലബിൾ ആണെന്നും പറഞ്ഞു. അപ്പം നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യം കേട്ടോ. നമുക്കിപ്പോൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് പെട്ടെന്ന് തീർന്നു പോകും. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം കിട്ടി, പിറ്റത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ ഓൾറെഡി ഫുൾ ഫിനിഷ്ഡ് ആയിപ്പോയി. അപ്പം പിന്നെ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, അത് വേറൊരു കാര്യം. ഇപ്പം നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ സ്പ്രിംഗ് ബൾബിന് മാത്രം ഇട്ട് കൊടുത്തപ്പോൾ അസ്പെറ്റാഗസ് നമ്മളോട് പിണങ്ങൂല്ലേ, അതിനും കൂടെ ഇച്ചിരി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തേക്കാം. എന്തായാലും ആ കൂടിലുള്ളത് ബാക്കിയും കൂടെ മിക്സ് ആകാം. അപ്പൊ ഇതിന്റെ മുകളില് നമുക്ക് മൾച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ മൾച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പം ഗാർഡനിലുള്ള കുറെ ഡ്രൈ ലീവ്സ് ഇല്ലേ, ഇപ്പൊ ഓട്ടം കഴിഞ്ഞപ്പോൾ നല്ലപോലെ ലീവ്സ് എല്ലാം താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ ലീവ്സ് അതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഗാർഡനിലൊക്കെ ലീവ്സ് കിടക്കാം, അതിന്റെ അണ്ടറിൽ കൂടെ ആണെങ്കിലും ഇങ്ങനെ ഇത് കിളുത്തൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് തന്നെ നമ്മുടെ മണ്ണിന്റെ മോയിസ്റ്റ് നിലനിർത്തും. വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ ഇതുമായിട്ട് അങ്ങനെ ഉള്ളതും ഉണ്ടായി മൾച്ച് ഡ്രൈ ലീവ്സ് ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മൾ ഡ്രൈ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ വലയും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞത് പൂച്ചശല്യം ഉണ്ട്, പൂച്ച വന്നിട്ട് ഇത് മുഴുവൻ ഇളക്കി കളഞ്ഞു കളയും. അതുപോലെ തന്നെ ഇപ്പൊ കാറ്റ്, നമ്മൾ ഈ ഇല ഇട്ട് കൊടുത്തില്ല, അപ്പൊ കാറ്റത്ത് ഈ ഇലയും കൂടി പറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഈ എന്താ പറയുക വല ഇതിൻ്റെ മുകളിലോട്ട് അങ്ങിട്ട് കൊടുക്കുകയാണ്. വല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും നമ്മൾ കമ്പ് വെച്ചിട്ട്
അതിനെ സ്ട്രോങ് ആയിട്ട് അവിടെ പിടിച്ചു നിർത്തും. ഈ നമ്മുടെ ഈ സ്പ്രിംഗ്ലർ ഉണ്ടല്ലോ അതിന്റെ താഴത്തോട്ട് ഇറക്കി. ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് സ്പ്രിംഗിലേ നമുക്ക് ഫ്ലവർ തരത്തുള്ളൂ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് വളർന്നു വരുന്ന സ്റ്റേജസ് ഞങ്ങൾ ഏതായാലും കാണിച്ചു തരാം. അപ്പം എല്ലാവരും റെഗുലറായിട്ട് വീഡിയോസൊക്കെ കാണണേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.